നമസ്കാരം. നിർമ്മിത ബുദ്ധിയുടെ സാധ്യത തേടി ഇന്ത്യ കുതിക്കുന്നു. എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധി കടന്നുവരികയാണ്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ വിവിധ സേവന മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ താമസിയാതെ അനുമതിക്കായി കേന്ദ്ര ക്യാബിനറ്റിന്റെ മുന്നിൽ എത്തുമെന്ന് ഇലക്ട്രോണിക്സ് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. രാജ്യത്തിന് സ്വന്തമായി ഒരു AI വികസിപ്പിക്കാനും രാജ്യത്തിന്റെ കമ്പ്യൂട്ടേഷണൽ ശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് കമ്പ്യൂട്ട് ആസ് എ സർവീസ് വാഗ്ദാനം ചെയ്യാനും സർക്കാർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 10,000 കോടിയുടെ പദ്ധതിയാണ് ഇതിനായി ഒരുങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നിലവിലെ കണക്കനുസരിച്ച് ഇത് 10,000 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ AI ദൗത്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തിനകത്ത് AI കമ്പ്യൂട്ടിംഗ് ശക്തി ഒരുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭങ്ങൾക്കും മെച്ചപ്പെട്ട സേവനങ്ങളും നൽകും. ആരോഗ്യം, കാർഷികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിൽ AI സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് കീഴിൽ രാജ്യത്ത് സ്ഥാപിക്കും. ഇതിന്റെ ഭാഗമായി 10,000-നും 30,000-നും ഇടയിൽ എണ്ണം വരുന്ന ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകളാണ് ഒരുക്കുന്നത്. കൂടാതെ PSU സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, അതായത് സിഡാക് വഴി 100 മുതൽ 2,000 GPUകൾ അധികമായി തയ്യാറാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. നൂതന AI സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനത്തിന് ശക്തിയേറിയ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ ആവശ്യമാണ്. AI ശേഷി നിർണ്ണയിക്കുന്നതിൽ വലിയ കമ്പ്യൂട്ടിംഗ് ശക്തിയും ആവശ്യമുണ്ട്. ChatGPT നിർമ്മാതാക്കളായ OpenAIയുടെ AI മോഡലുകളുടെ പ്രവർത്തനത്തിനായി മൈക്രോസോഫ്റ്റ് 10,000 ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ അടങ്ങുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഒരുക്കിയിരുന്നു. സമാനമായ രീതിയിൽ രാജ്യത്തെ AI വികാസത്തിനായി സർക്കാരിന്റെ ഇടപെടലോടുകൂടി കമ്പ്യൂട്ടിംഗ് ശേഷി ആർജിച്ചെടുക്കാനും അത് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും ഉപയോഗപ്പെടുത്താൻ അവസരം നൽകാനും രാജ്യത്തെ AI വികാസം ത്വരിതപ്പെടുത്താനുമാണ് AI മിഷൻ ലക്ഷ്യമിടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സെമി കണ്ടക്ടർ ദൗത്യങ്ങൾക്ക് സമാനമായി രാജ്യത്ത് കമ്പ്യൂട്ടിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് സ്വകാര്യ കമ്പനികൾക്ക് വിവിധ ഇൻസെന്റീവുകൾ നൽകുന്നത് സർക്കാർ പരിഗണിക്കുന്നുമുണ്ട്. കമ്പ്യൂട്ടിംഗ് ശേഷി വികസിപ്പിക്കുന്നതിനൊപ്പം ഡാറ്റാ സെറ്റുകൾ നിർമ്മിക്കുന്നതിനും അവ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു. 2022 മെയ് മാസത്തിൽ IT മന്ത്രാലയം ദേശീയ ഡാറ്റാ ഗവേണൻസ് ഫ്രെയിംവർക്ക് നയത്തിന്റെ കരട് പുറത്തിറക്കിയിരുന്നു. ഇതിന് കീഴിൽ ഒരു ഇന്ത്യ ഡാറ്റാ സെറ്റ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള നിർദ്ദേശമുണ്ട്. വിദേശ ഇന്ത്യൻ പൗരന്മാരിൽ നിന്നോ ഇന്ത്യയിലുള്ളവരിൽ നിന്നോ വിവരങ്ങൾ ശേഖരിച്ചതും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യക്തിപരമല്ലാത്തതും അജ്ഞാതവുമായ ഡാറ്റാ സെറ്റുകൾ ഇതിൽ ഉണ്ടാകും. AI രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വലിയ ഒരു മാറ്റത്തിന് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗം ഈ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുകയാണ്. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് കേന്ദ്ര മന്ത്രി ഇപ്പോൾ പറയുന്നത്. പ്രധാനമന്ത്രി നേരത്തെ AI പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇതിന്റെ സേവനം ചെന്നെത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പല വേദികളിൽ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ AI നയം രൂപീകരിക്കുക എന്നതിലൂടെ കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി മേഖലയിലേക്ക് ഇന്ത്യ കൂടുതൽ കടന്നു ചെന്ന് എത്തുകയാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതികം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി ഇന്ത്യൻ AI അഥവാ നിർമ്മിത ബുദ്ധി കടന്നു ചെല്ലുകയാണ്.